ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർനെറ്റ് ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം സദ്വാർത്ത എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു. സദ്വാർത്തയുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് നമ്മൾ ഇന്നും തുടർന്ന് പങ്കുവയ്ക്കുന്നത്. അതായത് സദ്വാർത്ത എന്ന് പറയുന്നത് ഏവർക്കും നല്ലത് എന്ന് പറയാവുന്ന വാർത്തയാണ് സദ്വാർത്ത. ഏറ്റവും വലിയ സദ്വാർത്ത എന്ന് പറയുന്നത് നമുക്കൊരു ദൈവമുണ്ട്, നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം എന്ന സദ്വാർത്തയാണ് എന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. ഈ സദ്വാർത്ത സ്വീകരിക്കുന്നവർക്ക് ആ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ വിശ്വസിച്ചും ദൈവത്തിൽ ശരണപ്പെട്ടും ജീവിക്കാം. സദ്വാർത്ത നിരസിച്ച് കളയുന്നവർക്ക്, ആ സദ്വാർത്ത ദൈവമെന്ന സദ്വാർത്ത നിരസിച്ച് കളയുന്നവർക്ക് അവർക്ക് ദൈവമില്ലാതെ നിരാശയിൽ അവർക്ക് മരിക്കുകയും ചെയ്യാം. കാരണം തൻ്റെ ജന്മം തൻ്റെ തന്നെ അധ്വാനമല്ല, അതിനപ്പുറത്ത് ഇതിൻ്റെ പിന്നിലൊരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് സ്വന്തമാക്കാത്തവർക്ക് നിശ്ചയമായും ഈ ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാകാതെ നിരാശനായി മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും പല മനുഷ്യരും നല്ല ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ ദൈവത്തെയൊക്കെ നിഷേധിക്കും, മല്ലടിക്കും ദൈവത്തോട്, ദൈവമില്ല എന്ന് പറയും. നിരീശ്വരവാദത്തിൻ്റെ ഒരു പ്രജ്ഞാതാവായിരുന്ന നീഷെ, അദ്ദേഹം പറഞ്ഞത് ദൈവമില്ലെന്ന് മാത്രമല്ല, ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കൊന്നിരിക്കുകയാണ് ഞാൻ, ഇനി അവസാനത്തെ ആണി കൂടി അവൻ്റെ ശവപ്പെട്ടിക്കടിച്ച് നിങ്ങൾ അവൻ്റെ മൃതസംസ്കാരത്തിൽ പങ്കുചേർന്നാൽ മതിയെന്നാണ്. അങ്ങനെ പറഞ്ഞ നീഷെ അവസാന നാളുകളിൽ, മരണനാളുകളിൽ വലിയ നിലവിളിയാണ് ഉയർത്തിയത്. എനിക്ക് വിശ്വസിക്കാൻ ഒരു ദൈവമുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം നിലവിളിച്ചു എന്നാണ് വായിച്ച് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവകാരിയായിരുന്ന വോൾട്ടയർ, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്, മരണവിനാഴികകളെക്കുറിച്ച് അദ്ദേഹത്തെ പരിചരിച്ച നേഴ്സ് പറഞ്ഞത്, എനിക്ക് എത്ര കോടാനുകോടി പണം തരാമെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ഒരാളിനെ മരണവിനാഴികയിൽ ശുശ്രൂഷിക്കുക എനിക്ക് അസാധ്യമാണെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ദൈവമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തള്ളിക്കളഞ്ഞ് നിരാശരായി നമുക്ക് മരിക്കാം. ദൈവമെന്ന യാഥാർത്ഥ്യത്തിൽ ശരണം വെച്ച് നമുക്ക് പ്രത്യാശയോടെ മരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, റിയാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്ന് ചിന്തിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്, ദൈവത്തോളം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്. നന്മയെ ഉപേക്ഷിക്കാനും തിന്മയെ പുണരാനുമുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. പക്ഷെ മനുഷ്യന് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് അവൻ്റെ സ്വന്തം തീരുമാനമാണ്, അല്ലാതെ ദൈവത്തിൻ്റെ തീരുമാനമല്ല, അല്ലെങ്കിൽ ദൈവം അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. അവന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അവൻ ദുർവിനിയോഗിച്ചതുകൊണ്ട് മനുഷ്യൻ അധപ്പതിച്ചു, പാപിയായി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ കൂടെ തന്നെ വസിക്കാനായിരുന്നത് കൊണ്ട്, വീണ്ടും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട്, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും അവനെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് ദൈവത്തോട് ചേർത്ത് വയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതാണ് ബൈബിളിൻ്റെ ആദ്യന്തം നമ്മൾ കണ്ടുമുട്ടുന്ന വലിയൊരു സദ്വാർത്ത, അല്ലെങ്കിൽ വലിയൊരു യാഥാർത്ഥ്യം. ആദ്യത്തെ മനുഷ്യന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു. എന്നാൽ അവനെ ഉപേക്ഷിക്കാതെ അവന് രക്ഷകനെ വാഗ്ദാനം ചെയ്ത ദൈവം, അങ്ങനെ ഈ രക്ഷകൻ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വരികയാണ്. ആ രക്ഷകൻ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യൻ്റെ ഇടയിലേക്ക് വന്ന് മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരികെ കൊടുക്കുകയാണ്. കാരണം ഈ ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കണമെങ്കിൽ അവന് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരികെ കിട്ടണം. ആദവും ഹവയും അവരെ സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനമാണ്. ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ദൈവം തൻ്റെ ജീവൻ അവനിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവനെ സൃഷ്ടിക്കുന്നു.
അവനിൽ നിന്ന് എടുത്ത്, ആ ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന് അവനിൽ നിന്നെടുത്ത് സ്ത്രീക്ക് ജന്മം നൽകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളുടെ പദവിയിൽ നിൽക്കുകയാണ് ഇവർ രണ്ടും. പക്ഷെ പാപം ചെയ്തതോടുകൂടി അവർക്ക് സംഭവിച്ചത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് അവർക്ക്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവനെ തിരികെ എടുക്കുവാനായിട്ട് മനുഷ്യനെ കൊണ്ട് തന്നെ അസാധ്യമാണ്. കാരണം ദൈവിക ജീവൻ ദൈവത്തിൻ്റെ കയ്യിലേ ഉള്ളൂ. മനുഷ്യന് കിട്ടിയത് അവൻ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു. ഇവിടെയാണ് രക്ഷകൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് പ്രാധാന്യമുണ്ടാവുന്നത്. രക്ഷകൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഭൂമിയിൽ വന്ന് പിറക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നകന്ന, ദൈവകൃപ നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വീണ്ടും ദൈവിക ജീവൻ ലഭിക്കുവാനുള്ള ഏക വഴി ദൈവം തന്നെ തിരുമനസ്സാവുക എന്നുള്ളതാണ്. അത് വാക്കാൽ പറഞ്ഞ് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവന് ജീവൻ നൽകുക എന്നുള്ളതാണ് അതിൻ്റെ പദ്ധതി. ഇതാണ് ബൈബിളിൻ്റെ, പ്രത്യേകിച്ച് പുതിയ നിയമ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടുമുട്ടുന്നത്. ഇതെല്ലാം പഴയ നിയമത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച്, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, അവൻ നടപ്പാക്കാനിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈശോ എന്ന് പറയുന്ന രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നത്. ഇവിടെ രക്ഷകൻ വന്നിട്ട് രക്ഷകൻ നിറവേറ്റിയ രക്ഷാകര പദ്ധതികളൊക്കെ ഉണ്ട്. രക്ഷാകര പദ്ധതി മനുഷ്യൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം അവനവൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. ആദ്യം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരുടെയും, ഇനി വരുവാനിരിക്കുന്ന മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ദൈവപുത്രനായ ഈശോ തൻ്റെ ശരീരത്തിൽ പാടുപീഡകൾ ഏറ്റെടുത്തു. അങ്ങനെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടി. അങ്ങനെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടുമ്പോഴും അവൻ ദൈവമകനായി, ദൈവമകളായി മാറുന്നില്ല. കാരണം അവന് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ അവന് തിരികെ കിട്ടുന്നില്ല. അതിനും വഴിയുണ്ടാക്കുന്നത് ദൈവപുത്രനായ ഈശോ തന്നെയാണ്. അവിടുന്ന് പാടുപീഡകളേറ്റ് കുരിശിൽ മരിക്കുന്നത് വരെയുള്ള സർവ്വവിനാഴികകളും സർവ്വത്യാഗങ്ങളും പീഡകളും മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെങ്കിൽ ഈ ദൈവപുത്രൻ കുരിശിൽ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവ മക്കളുടെ പദവിയിലേക്ക് മനുഷ്യൻ ഉയരുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം പറയുന്നത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. എന്ന് വെച്ചാൽ കുരിശിൽ കിടന്ന് പിടയുന്ന ഈ വ്യക്തി സാക്ഷാൽ ദൈവമാണ് എന്ന് വിശ്വസിക്കുകയും അവനെ ഏറ്റുപറയുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തവരിലേക്ക് ആ മരണവിനാഴികയിൽ യേശുവിൽ നിന്നുള്ള ജീവൻ കടന്നു വന്നു. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ കടന്നു വന്നപ്പോൾ അവനിലേക്ക് ദൈവിക ജീവൻ കടന്നു വന്നു. ദൈവിക ജീവൻ കടന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ ദൈവമകനായി, ദൈവമകളായി. യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധ മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി 2 ചോദ്യം ചോദിക്കും. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? അതായത് സാത്താനോടുള്ള നിൻ്റെ സഖിത്വം നീ വിട്ടുപേക്ഷിച്ച് പോരാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. ഉപേക്ഷിക്കുന്നു എന്ന് പറയും. അടുത്ത ചോദ്യം, യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ എന്നാണ്. അപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇവൻ ഈ ദൈവ കൃപ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാകുന്നത്. പിന്നെ അവൻ്റെ മാമോദീസായിലൂടെ അവൻ യഥാർത്ഥത്തിൽ ദൈവമകനായി, ദൈവമകളായി മാറുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു വരുന്ന കാര്യം ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ സദ്വാർത്ത എന്താണ്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന സദ്വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ദൈവം വിശ്വസ്തനാണെന്നും ആ വാഗ്ദാനങ്ങൾ മനുഷ്യന് വേണ്ടി അവിടുന്ന് എന്നേക്കുമായി ഒരുക്കി വച്ചിരിക്കുന്നതാണെന്നും ആ വാഗ്ദാനം മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്നതാണെന്നും ആ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് മനുഷ്യൻ ദൈവം നൽകുന്ന കൽപ്പനകൾ പാലിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ സദ്വാർത്ത എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന സദ്വാർത്ത എന്ന് പറയുന്നത് ദൈവമുണ്ട്, ദൈവം സൃഷ്ടിച്ചു എന്നുള്ള സദ്വാർത്തയാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സദ്വാർത്ത എന്ന് പറയുന്നത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് രക്ഷയ്ക്ക് ദൈവം വഴിയൊരുക്കി എന്നുള്ളതാണ്. തൻ്റെ ഏകജാതനെ അയച്ച് രക്ഷയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈശോയുടെ തിരുപ്പിറവിയിൽ മലാഖമാർ പാടിയത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങളിൽ നമ്മളത് വായിച്ച് ധ്യാനിച്ച കാര്യമാണ്. ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കടന്നു പോകും. ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ
നമ്മുടെ സദ്വാർത്ത എന്ന് പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ രക്ഷിക്കുന്നു അല്ലെങ്കിൽ രക്ഷിച്ചു എന്നുള്ള തിരിച്ചറിവാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പോകാം. നല്ല ദിവസവും ദൈവാനുഗ്രഹവും എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.